നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. സവർക്കറുടെ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ പല വ്യാഖ്യാനങ്ങൾ, പല രീതികൾ, ആഖ്യാനങ്ങൾ, അങ്ങനെ പല രീതിയിൽ സവർക്കർ ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു, ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ. അപ്പോഴുണ്ട് കേരളത്തിൽ സവർക്കറുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു ക്വിസ് മത്സരത്തിൽ സവർക്കറുടെ പേര് ചരിത്ര സത്യം ചരിത്ര പുസ്തകത്തിലുള്ളതല്ലേ. ആ ഒരു വാക്കെടുത്ത് വെച്ച് കുട്ടികളത് പഠിക്കാനും പാടില്ല, പറയാനും പാടില്ല, ഇനി അഥവാ കുട്ടികളെ കൊണ്ട് കള്ളോത്തരം പറയിപ്പിക്കണമെന്നാണോ? അങ്ങനെയൊക്കെ ഈ സത്യമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് നമ്മുടെ കോടതി വ്യക്തമായിട്ട് അത് കണ്ടെത്തിയിട്ടുണ്ട്. സത്യം മൂടി വയ്ക്കാൻ പറ്റില്ല. അതാണല്ലോ കോടതിയുടെ നിരീക്ഷണം. ശരിക്കും അങ്ങനെ നിരീക്ഷണം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിലാണ്. സ്വാഭാവികമായിട്ടും അവർ സുഗതനെതിരെ തുടങ്ങി സവർക്കറിൽ വന്ന് നിൽക്കുന്നു അല്ലേ. നമ്മുടെ വാഴത്തോടം കൗൺസിൽ സുഗതനെതിരെ തുടങ്ങിയ ലീഗിൻ്റെ യുദ്ധമാണ് ഇപ്പോഴത് സവർക്കറിലെത്തി. ഇനി അതെങ്ങോട്ടൊക്കെ പോകുമെന്ന് കണ്ടത്. ശരിക്കും ഇത്തരത്തിലുള്ളൊരു നിലപാട് അതൊരു മതേതര സ്വഭാവമുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനും മതേതര സർക്കാരെന്ന് ആവശ്യപ്പെടുന്ന UDF-നും ഒക്കെ അത് പോഷണമാണോ? കനത്ത തിരിച്ചടിയാണ്. എന്താ സംഭവിക്കാൻ? സാധാരണ ഒരു അധ്യാപകനെ, ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഈ ഉദ്യോഗസ്ഥൻ ട്രൈബ്യൂണലിൽ പോവും. 3 മാസം കഴിഞ്ഞേ ഈ കേസ് എടുക്കുകയുള്ളൂ അല്ലേ. സസ്പെൻഷനിലായി 3 മാസം. ഇപ്പം നമുക്കറിയാം സുഗതൻ്റെ വിഷയത്തിൽ മറ്റേ ഉദ്യോഗസ്ഥയെ, നമ്മുടെ അണ്ടർ സെക്രട്ടറി, പിന്നെ ആ പെൺകുട്ടിയെ സസ്പെൻഡ് ചെയ്തു, ചിത്ര. അത് 3 മാസം ട്രൈബ്യൂണൽ അതെടുക്കാൻ 3 മാസം എടുക്കും. അവർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നു. അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ നിയമപരമായ വിശകലനം നടത്താൻ ഞാൻ ആളല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വിസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ, തടവ് ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വീരവിനായക് ദാമോദർ സവർക്കർ എന്നാണ്. അതിപ്പോൾ നടന്ന കാര്യമല്ലേ, വസ്തുതയല്ലേ. എങ്ങനെ അതിനെ നിഷേധിക്കും? നിങ്ങൾക്ക് സവർക്കറെ ഇഷ്ടപ്പെടാതിരിക്കാം, സവർക്കറെ നിങ്ങൾക്ക് മാതൃകയാക്കാം, സവർക്കറെ തള്ളിക്കളയാം. നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞാണല്ലോ ആരാണെന്ന് അവർക്ക് പറയാമല്ലോ. അതെ, ആരെങ്കിലും ഒരാൾ കാണും. ആ ഒരു പേര് എന്തായാലും പറഞ്ഞല്ലേ. 30 വർഷം കിടന്ന ഒരാളെ 45 വർഷം പോട്ടെ, ഇത്രയും വർഷം അദ്ദേഹം ജയിലിൽ ഇത് അടുത്തൊരാളെങ്കിലും ഇവർ അവരോധിക്കണ്ടേ? അതെ, അല്ല, ഈ അടുത്ത ആളെ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം വളരെ കൃത്യമാണ്. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആര്? അതിന് ഒരു ഉത്തരമല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒന്നിലധികം പേര് ഒരുമിച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പോൾ കാക്കോറി ട്രെയിൻ കൊള്ള കേസിൽ തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികൾ ആരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാമപ്രസാദ് ബിസ്മിൽ, ഇങ്ങനെ ഇവരെല്ലാം കാക്കോറി ട്രെയിൻ കൊള്ള കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ അവരെ പ്രതിയാക്കി എന്നിട്ടാണിത് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വീരവിനായക് ദാമോദർ സവർക്കർ എന്നാണ്. അത് ഈ അധ്യാപകൻ, അതായത് കാസർഗോഡ് ജില്ലയിലെ പിന്നെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗുരുപ്രസാദ് റേ എന്നാണ്. അപ്പോൾ ഈ ചോദ്യം അധ്യാപകൻ ഇടുകയും അത് ഈ അധ്യാപകൻ പറയുന്നത് ചോദ്യം ഇട്ടത് ഞാനല്ല, തയ്യാറാക്കിയത് മറ്റ് ചില അധ്യാപകരാണ്, ഞാനത് ഫോർവേഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം പക്ഷേ ഈ ചോദ്യം തയ്യാറാക്കി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അത് വന്ന സമയത്ത് അത് കുട്ടികളിലേക്ക് പോവുകയും അങ്ങനൊരു ചോദ്യം എന്തിനുണ്ടാക്കി എന്ന് പറഞ്ഞാണ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. അത് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത്. ശരിക്കും ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. ആ ചട്ടലംഘനം വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ, ഈ അധ്യാപകൻ്റെ ഗുരുപ്രസാദ് റേയുടെ ആരോപണം. അദ്ദേഹം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പിന്നെ ജസ്റ്റിസ് വിജു എബ്രഹാമാണ് ഇതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്? ഇതാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹൈക്കോടതി ഈ സസ്പെൻഷൻ റദ്ദാക്കും, അധ്യാപകനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കും എന്ന് മാത്രമല്ല, ഈ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ വേണമെങ്കിൽ കോടതിക്ക് നടപടി സ്വീകരിക്കാനും കഴിയും. കാരണം ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. സാധാരണ കോടതികൾ പറയുക, അങ്ങനെ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ
ആ വകുപ്പ് മേധാവിയോട് പറയും ആരാണോ ചട്ടലംഘനം നടത്തിയത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പൊതുവേ കോടതികൾ പറയാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു നിരപരാധിയായ ഒരു അധ്യാപകനെ വെറും മാത്രമല്ല അധ്യാപകൻ കൊടുത്ത ഹർജിയിൽ പറയുന്നുണ്ട് വീര സവർക്കറെ ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ ദ്രോഹിച്ചു. ഇതാണ് ഞാൻ ഈ ചോദ്യം ഫോർവേഡ് ചെയ്തപ്പോൾ എന്നെ ദ്രോഹിച്ചു. ഇത് വളരെ ഗൗരവമുള്ള, വളരെ കൃത്യമായി കേരളം ഈ അപകടകരമായ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും? ഇത് ആരാണ് തുടങ്ങി വെച്ചത്? അതാണ് നമ്മൾ ഈ വെറുമൊരു ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഒരു സസ്പെൻഷനെതിരായ ഒരു ഹർജിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ പോരാ. ഇത് കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷിയുടെ നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി കൂടിയാണ്. നമ്മുടെയൊക്കെ പ്രതിബിംബം നമ്മൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഈ കേരളത്തെ ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കൃത്യമായ ഉത്തരം ഇവിടുത്തെ ഇടതുപക്ഷം എന്നുള്ളതാണ്. അവർ തുടങ്ങി വെച്ചതാണ് ഈ നീചകൃത്യം. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ RSS ഭയം ഉയർത്തിക്കാണിച്ച്, BJP ഭയം, BJPയുടെ വളർച്ച ഉയർത്തിക്കാണിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് അവരുടെ വോട്ട് വാങ്ങിയെടുക്കാനുള്ള നീചമായ ഒരു തന്ത്രം പയറ്റിയതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ ദുരന്തം. നമ്മൾ വാസ്തവത്തിൽ ഒരു ദുരന്ത മുഖത്താണ്. ഇവിടെ എന്തുകൊണ്ട് ജനങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നില്ല, എന്തുകൊണ്ട് അതൊരു കലാപം പോലെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാൻ വളരെ പ്രയാസമാണ്. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇത് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഫാൾസ് നറേറ്റീവ്സ്, വ്യാജ ആഖ്യാനങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ, ഇതൊക്കെയാണ്. ഇത് നിർബാധം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിപ്പോൾ 3 പക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. 2 പക്ഷമായിരുന്നെങ്കിൽ ഇത് പരസ്പരം രാഷ്ട്രീയമായിട്ടൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ പോയേനെ. ഇതിപ്പോൾ 3ാമതൊരു പക്ഷം കൂടെ വന്നപ്പോൾ ഈ 3ാമത്തെ പക്ഷം എന്ത് നേട്ടമുണ്ടാക്കും എന്നുള്ളതല്ല വിഷയം. ഈ 3ാമത്തെ പക്ഷം ആരെ തളർത്തും? അത് UDFനെ തളർത്തുമോ LDFനെ തളർത്തുമോ? അവർ UDFനെ നശിപ്പിച്ച് അതിലൂടെ, അല്ലാതെ LDFൻ്റെ മഹത്വം കൊണ്ട് LDF ജയിച്ചു വരുന്നു, അല്ലെങ്കിൽ LDFനെ തകർത്ത് UDFൻ്റെ മഹത്വം കൊണ്ട് UDF ജയിച്ചു വരുന്നു, അങ്ങനെയല്ല. ഈ 3ാമത്തെ കക്ഷി BJP എന്ന് പറയുന്ന കക്ഷി UDFൻ്റെ വോട്ട് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് LDFും, LDFൻ്റെ വോട്ട് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് UDFും. അതിനുള്ള കിടമത്സരത്തിനിടയ്ക്ക് അവർ ജനങ്ങളെ ഏറ്റവും നീചമായ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 കൂട്ടർക്കും പങ്കുണ്ട്. ഒരു പടി മുകളിൽ, കാരണം ഗീബൽസിൻ്റെ ശിഷ്യന്മാർ മാർക്സിസ്റ്റുകാരാണ്. അവരുടെ അത്രയും തന്ത്രപൂർവം നുണ പറയാനും പ്രചരിപ്പിക്കാനും ആടിനെ പട്ടിയാക്കാനുമുള്ള കഴിവ് സത്യത്തിൽ UDFനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഇല്ല. അതൊരു പച്ച പരമാർത്ഥമാണ്. നമ്മളതിനെ ഒളിച്ചു വച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഗീബൽസ്യൻ തന്ത്രങ്ങളിലൂടെ ഈ നാടിനെ, ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചതിയൻ കുറുക്കൻ്റെ കഥ നമ്മൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ചതിയാണ് കേരള ജനതയോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പങ്കുണ്ട്. പക്ഷേ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അന്ന് തുടങ്ങി വെച്ചതിൻ്റെ അനന്തര ഫലമാണ്, അവർ തുടങ്ങി വെച്ചതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ഈ ഒരു നിരപരാധിയായ ഒരു അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, നോക്കൂ, പണ്ടൊരു അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൈവെട്ടിയ നാടാണ് കേരളം, അല്ലേ? നമ്മൾ പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളമെന്നും ഒക്കെ പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഒരു നിസ്സാരം ഒരു ചോദ്യ പേപ്പറിൽ കടന്നു വന്ന ഒരു പേര്, മുഹമ്മദ് എന്നുള്ള ഒരു പേരിനെ ചൊല്ലി അത് പ്രവാചക നിന്ദയാണെന്ന് ആരോപിച്ച് ആ അധ്യാപകൻ്റെ കൈവെട്ടിയിരിക്കുന്നു. മതമൗലികവാദികൾ ചെയ്തതാണ്. അതിന് തക്കതായ നടപടിയെടുത്ത് ശരിയായ ശിക്ഷ കുറ്റവാളികൾക്ക് ഇപ്പോഴും ആ കേസിൽ അറസ്റ്റിലാകാൻ ആളുണ്ട്. ഇനിയും പിടികിട്ടാ പുള്ളികളുണ്ട് ആ കേസിൽ. അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്തതും ചെയ്യിച്ചവരും ആരാണ്? അതിനൊക്കെ കൃത്യമായ മറുപടി കേരളത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിൽ തുടങ്ങി നമ്മൾ വന്ന് നിൽക്കുന്നത് 15-16 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു അധ്യാപകന് സ്വതന്ത്രമായി ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നില്ല. ആ ചോദ്യം ഉന്നയിക്കാൻ ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, അവരിൽ നിന്ന് മറുപടി ലഭിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു.
എത്ര നെറികെട്ട തരം താഴ്ന്ന ഒരു നിലവാരത്തിലേക്കാണ് കേരളം പോയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പോൾ നാളെ ഇവിടെ ഈ പറയുന്നത് പോലെ സവർക്കറെക്കുറിച്ച് മാത്രമല്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച്, ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയെക്കുറിച്ച് ഒന്നും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടെന്നാണോ ഈ പറയുന്നത്? അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യം ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് വളരെ ഭയാനകമായൊരവസ്ഥയാണ്. ഒരു അധ്യാപകന് ഒരു ചോദ്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഒരു പരീക്ഷയ്ക്ക്. ഒന്നുകിൽ കൈവെട്ടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. എത്ര നിരുത്തരവാദപരം! ഇവിടെ ഈ കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത കാലം എന്ന് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പഴയ കഥകളിലൊക്കെ CV രാമൻപിള്ളയുടെ കഥകളിലും മറ്റും നമ്മൾ വായിച്ചിട്ടുണ്ട്. കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത കാലമാണോ ഇത് എന്ന് CV ചോദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇവിടെ അതുപോലെയാണ്. കേൾപ്പോരും കേൾവിയുമില്ല, ഭരണമില്ല, ഇവിടെ നീതിന്യായ വ്യവസ്ഥയില്ല എന്നൊക്കെ പറയേണ്ട തരത്തിലേക്ക് കേരളം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതികൾ മാത്രമാണ് അവസാനത്തെ ആശ്രയം. ആ കോടതി പോയതുകൊണ്ട്, ഹൈക്കോടതിയിൽ ചെന്നതുകൊണ്ട്, ഹൈക്കോടതി സാധാരണ നിലയ്ക്ക് ഒരു സസ്പെൻഷൻ്റെ ഇത് വന്ന ഹൈക്കോടതി ഹർജി പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല. കാരണം അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. വളരെ അപൂർവമായിട്ട് ഇപ്പോൾ കോടതി പറയും, നിങ്ങൾ രജിസ്ട്രാറുടെ അടുത്ത് നമ്പർ ഇടാൻ ചെല്ലുമ്പോൾ തന്നെ പറയും നിങ്ങൾ ട്രൈബ്യൂണലിൽ പോകും, നിങ്ങൾ എന്തിന് വെറുതെ ഇവിടെ വന്ന് ഈ കോടതിയുടെ സമയം കൂടെ മെനക്കെടുത്തുന്ന എന്തിന് എന്നുള്ള ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. ഇപ്പോൾ ഹർജിയുമായിട്ട് പോകാൻ നിൽക്കുന്ന നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് നിന്ന് ആ വക്കീൽ പറയും നിങ്ങൾ ഹൈക്കോടതി ഇത് പെട്ടെന്ന് എടുക്കില്ല, നിങ്ങൾ വഴി വേറെ നോക്ക് എന്ന് പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കോടതി ആ ഹർജി സ്വീകരിച്ചിരിക്കുന്നു, സർക്കാരിനോട് നോട്ടീസ് അയച്ചിരിക്കുന്നു മറുപടി ചോദിച്ചുകൊണ്ട്. വിഷയം കടുത്തതാണ്, കോടതിക്ക് അതിൽ അനീതി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. പ്രഥമ ദൃഷ്ടിയ അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു അധ്യാപകന് ഒരു ചോദ്യം ഈ നാട്ടിൽ ചോദിക്കാൻ പറ്റാത്ത വണ്ണം നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മളെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ അടുത്തത് ഇത് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നാളെ നമ്മൾ ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ 80ലേക്ക് പോവുകയാണ്. 8 പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് ഇങ്ങനൊരു അസ്വാതന്ത്ര്യത്തിലേക്കാണ്, ഒരു അടിമത്തത്തിലേക്കാണ് വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സംഭവം. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. തീർച്ചയായിട്ടും കോടതി ഈ കാര്യത്തിൽ കർശനമായ ഒരു നടപടി വരും. അധ്യാപകൻ ചെയ്ത തെറ്റെന്താണെന്ന് സർക്കാർ പറയട്ടെ. മനുഷ്യർക്ക് മനസ്സിലാകുന്ന, എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന ഒരു മറുപടി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു മറുപടി വന്നാൽ അതിനകത്ത് ന്യായമുണ്ടെങ്കിൽ ജനം നിങ്ങളെ അംഗീകരിക്കും. തീർച്ചയായിട്ടും ആലോചിക്കണം. 102 സീറ്റുമായിട്ട് അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ ഇത്തരത്തിൽ ഇതുപോലെയൊക്കെ പെരുമാറിയതിൻ്റെ ഫലമാണ് ഇന്ന് 35 സീറ്റുമായിട്ടൊരു കക്ഷി നിയമസഭയിലിരുന്ന് പ്രതിപക്ഷത്തിരുന്ന്, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഇരുന്ന് കരയുന്നത്. പറയേണ്ടത് വേറെ ചില വാക്കുകളാണ്, അത് ഞാൻ പറയുന്നില്ല. അത് 10 വർഷത്തെ ചെയ്തികളാണ്. അപ്പോൾ നാട്ടുകാരുടെ ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടം നോക്കിയല്ല ഭരിക്കേണ്ടത്, ന്യായാന്യായങ്ങൾ നോക്കി വേണം സർക്കാർ ഭരിക്കേണ്ടത്. ന്യായാന്യായങ്ങൾ തീർപ്പ് കൽപ്പിച്ചു കൊണ്ടുവേണം സർക്കാർ മുന്നോട്ട് പോകാൻ. അതിലേക്ക് ഒരു വെളിച്ചമായി മാറട്ടെ ഹൈക്കോടതിയിൽ വന്ന ഈ കേസ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ന് LDFനുണ്ടായതിനേക്കാൾ വലിയ ദുരന്തം UDFും നേരിടേണ്ടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ.